സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്, വിപ്ലവകാലം വരെയുള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി. ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്, പൊക്കൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവുകൾ. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ന്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെന്റ് ഡെമോക്രസിക്ക് കൂടുതൽ ഹയർ ക്വാളിറ്റിയുള്ള ഡെമോക്രസിയാണ്. പാർലമെന്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക, നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ എഴുതിക്കോ. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെന്റ് ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായില്ലേ? ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും ഭൂർഷാസിക്കും സാമ്രാജ്യത്വ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്തില്ലേ? നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ? ഭരണഘടന ഇല്ലായിരുന്നല്ലോ അന്ന്. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പം അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ഭൂർഷാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ മുതലാളിത്തം ഇല്ല, മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യും. ജന്മിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. മതപരമായ ഒരു കാര്യവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മതപരമായ കാര്യമല്ല, മതത്തെപ്പറ്റി പഠിപ്പിക്കും. മതപരമായി മുതലെടുക്കാൻ സമ്മതിക്കില്ല, കാരണം സെക്യുലർ സ്റ്റേറ്റാണ്. മതത്തെപ്പറ്റി പഠിപ്പിക്കും. അതിന് ഹിസ്റ്റോറിക്കൽ റൂട്ടെല്ലാം പറയേണ്ടതായിട്ടുണ്ട്. മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മാറ്റത്തിൽ. അതാണ് പീപ്പിൾസ് ഡെമോക്രസി. അവിടെ ജന്മിത്വമില്ല, മുതലാളിത്തം എല്ലാം അബോളിഷ് ചെയ്യും. ഏറ്റവും ഹയറാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ നടക്കുന്നത് ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ കാലഘട്ടത്തിലാണ്. ലാൻഡ് റിഫോംസ്, മൊണോപ്പൊളി ക്യാപിറ്റൽ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം പൂർണ്ണമായി സ്റ്റേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക. ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം, പ്രായമായവർക്ക് പ്രത്യേക പരിഗണന, ഇങ്ങനെ വരും. ഒടുവിൽ സോഷ്യലിസ്റ്റൊക്കെ കടക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി വിപ്ലവമാണ്. അപ്പോൾ പിന്നെ വിപ്ലവ പ്രസ്ഥാനമല്ലാതെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാവില്ല. ആദ്യകാല സോവിയറ്റ് യൂണിയനും ആദ്യകാല ചൈനയിലും ക്യൂബയിലൊക്കെ ഉണ്ടായ പോലെ സോവിയറ്റ് യൂണിയൻ പിന്നെ തകർന്നുപോയി, പല രാജ്യങ്ങളായി ഭിന്നിച്ചു. ചൈന ഇതൊക്കെ പഠിച്ചും ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പഠിപ്പിച്ചതും നയപരിപാടികൾ ആവിഷ്കരിച്ചതും. അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ ഞങ്ങൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെ എന്താണെന്ന് അറിയാതെയും കടന്നു വന്നിട്ടുള്ള കുറേയധികം ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനൽസും കടന്നു വന്നു. അവർ പാർട്ടി നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അസഭ്യം പറയും, അശ്ലീലപരമായ കാര്യങ്ങൾ AI-യുടെ സഹായത്തോടെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിലൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരും കാണും. പാർട്ടിക്ക് യോജിക്കാത്ത ഒരുപാട് വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതൊന്നും അംഗീകരിക്കുന്നില്ല, അതിൻ്റെ മുമ്പിലൊന്നും കീഴടങ്ങത്തില്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാർട്ടി രീതി എപ്പോഴും കഴിയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ, ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്, അവിടെ MLA ആയില്ലേ, ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതിനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിന് ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു, സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ്
പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഒച്ചുവിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ താഴെ ഇറങ്ങുകളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുമായിരുന്നു. പിന്നെ ലോകം അവരെ ബഹുമാനിക്കുന്ന അവർ ചെയ്തതിൻ്റെ പേരാണ്. നിങ്ങൾ എത്ര ഇവിടെ ആയി എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ലേ? എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്താ ചോദിക്കാത്ത? അയാളോട് എന്താ ചോദിക്കുക? അല്ല, പാർലമെന്റ് മത്സരിപ്പിച്ചല്ലേ 3-ാമതിപ്പോൾ. എന്താ ചോദിക്കാത്ത? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ച്, ഒരിക്കലും തോറ്റുള്ളൂ, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടെന്താ ചോദിക്കാത്ത? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പം എന്നോടും ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ പേരിലൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമല്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടും എന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. ജയിക്കണം, പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ മൂർഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-60 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് വിളിക്കും, അത്രയേ ഉള്ളൂ. എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനും കുത്തുക. അതുകൊണ്ട് മുതുകുളം എന്നൊരു സ്ഥലത്ത് ജനറൽ ബോഡി കിടക്കാണ് പാർട്ടിയുടെ. നല്ല മിടുമിടുക്കന്മാരായ കുറെ SFI പ്രവർത്തകരായ ചെറുപ്പക്കാരായ ജനറൽ ബോഡിയിൽ പാർട്ടി മെമ്പേഴ്സായി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഒരാൾ മുതുകുളത്തുകാരൻ, അന്നത്തെ SFIയുടെ, അയാളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റങ്ങ് ചോദിച്ചു, ഈ റിപ്പോർട്ടർ ഇങ്ങനെ വന്ന സഖാവിനോട് ചോദിച്ചു, ഈ ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഏത് വൈരുദ്ധ്യത്തിൽ പെടുന്നത്? 4 വൈരുദ്ധ്യങ്ങളാണ് ഉള്ളത്. ഇറങ്ങിപ്പോടാ, കഴിവറടാ പോലെ മറുപടിയാ. ഇയാൾക്ക് പറയാറിയില്ല. അവന് ചീത്ത വിളിച്ച് ഇറക്കി വിട്ടു. ഇയാൾക്ക് അറിയത്തില്ല എന്താ പറയണത്. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചതൊരു വൈരുദ്ധ്യമാണെങ്കിലും അതൊരു മേജർ കോൺട്രഡിക്ഷൻ അല്ല. 4 മുഖ്യ വൈരുദ്ധ്യത്തിൽ അത് വരില്ല. 2 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്, കുടുംബക്കാർ നമ്മളെ വഴക്കാണ്. അത് പറഞ്ഞു അങ്ങനല്ല. ജനങ്ങളുടെ തമ്മിൽ വേലി തർക്കം ഉണ്ടാവും. അതെങ്ങനെ പരിഹരിക്കേണ്ടത്? വൈരുദ്ധ്യമാണ്. പക്ഷേ അത് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, 3-ാം ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വ വൈരുദ്ധ്യങ്ങളും മൗലിക വൈരുദ്ധ്യമല്ല. അത് തീർക്കും. അതിനാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം ഒന്നും ആവോ പറഞ്ഞത്. അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ പല തർക്കമുണ്ട്. അതിനെ എന്താ വിരോധപരമായി കാണാതെ പറഞ്ഞു പരിഹരിക്കണം. അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം. മറ്റേ 4 മേജർ വൈരുദ്ധ്യം പറഞ്ഞ് പരിഹരിക്കാനേ ആവില്ല. ഒന്ന് തോറ്റൊന്ന് ജയിച്ചാലേ തീരൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവണം. അതുകൊണ്ട് ആയില്ലേ, MLA ആയില്ലേ, അവിടെ എന്താ കുഴപ്പം ചെയ്യേ? നല്ല റോഡും നല്ല പാലും നല്ല സർക്കാർ കെട്ടിടവും ഒക്കെ വന്നില്ലേ? അവരൊന്നും ഞാൻ പറയണല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം പണിയല്ലേ കഴിഞ്ഞ ഗവൺമെന്റ്. AC റോഡ് 1000 കോടി രൂപയാണ് അനുവദിച്ചത്. മുഖ്യമന്ത്രി തലക്കല്ലിയുടെ ഒരു അധ്യക്ഷനായിരുന്നു. പക്ഷെ 752 കോടിയിലങ്ങ് നിർത്തി. അതിലങ്ങ് നിർത്തി. മൊത്തം പൈസ ചെലവഴിച്ചിട്ടില്ല. എന്തായാലും മേജർ സ്റ്റേറ്റ്, കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് ഹൈവേ കുറച്ചുകൂടെ വീതിയിലൊക്കെ എടുക്കാമായിരുന്നു. ഇരിക്കട്ടെ, ചെറിയ കാര്യമാണ് വന്നു. അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യ വർഷം തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് പഠിക്കില്ലേ? ഇതുപോലെ തന്നെ ഇപ്പം അമ്പലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡായില്ലേ? ഏത് റോഡാവാത്ത? തീരദേശ റോഡ് വരുന്നില്ലേ? അവിടെ മലയോര ഹൈവേ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ദേശീയപാതയ്ക്ക് തന്നെ 2021 ദേശീയപാത സംസ്ഥാന ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. കേന്ദ്രമാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു. അതായത് സ്റ്റേറ്റ് ചെയ്തോണ്ട് പണം ഒരു തരും. അപ്പൊ നമ്മുടെ വകുപ്പ് അത് ചെയ്തുകൊണ്ടിരുന്നു. അത് 6
വരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തയ്യാറാക്കി. 75,000 കോടി രൂപ ചിലവാകും. അതിൻ്റെ 50% നമ്മൾ എടുക്കണമെന്നായി കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ തന്നെ എടുക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഴുവൻ എടുക്കേണ്ടത്. അവരുടെയാണ്. മുഖ്യമന്ത്രി പിണറായി സാഹിബ് എന്നെയും കൂട്ടി മോഡിയെയും ഗഡ്കരിയെയും കണ്ടു. ഞങ്ങൾ ഈ ഡിസന്റ് അറിയിച്ചു. പിന്നെ 25% അത് ഞങ്ങൾ അംഗീകരിച്ചു. കാരണം ഇല്ലെങ്കിൽ പിന്നെ കിട്ടാതെ വന്നാലും 6,500 കോടി രൂപ പിഴമ്പടി കെട്ടിവെച്ചു. ജർമ്മൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 3% ഉണ്ട് പലിശ. പണം കെട്ടിയിട്ടിരിക്കുക അവിടെ. അപ്പോൾ എടുത്താൽ മതി. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റല്ലേ ഗവൺമെൻറ് ആയതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ 6,500 കോടി രൂപ കെട്ടിവെച്ചാണ് ഇതിനുള്ള ഏർപ്പാടാക്കിയത്. ആ ഗവൺമെൻറ് കാലത്ത് ആ പലപാട് കുറച്ച് സ്ഥലം പൂർത്തിയായിട്ടു. ഇപ്പം ഇതിനും ഏകദേശം പകുതിയോളമായി. 1.5 വർഷം കൊണ്ട് പൂർത്തിയാവും. അത് നമ്മുടെ ധാരണ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘിപ്പിക്കുക. എത്രയോ പാലങ്ങൾ ഈ താലൂക്കിൽ തന്നെ 14 പാലാണ്. കുട്ടനാട്ടിൽ 18, 16 പാലം ചെങ്ങന്നൂരിൽ. വലിയ പെരുമ്പളം പാലം അടക്കം. ഒരു ചേർത്തല ഭാഗത്ത് വേറൊരു പാലം കൂടെ പഠിച്ചിട്ടുണ്ട്. പൂർത്തിയായി. 64 പാലം ഈ ജില്ലയിൽ ഡിസൈഡ് ചെയ്ത് കൊടുത്തു. 500 പാലം കേരളത്തിൽ. അതൊക്കെ ചെറിയ കാര്യമാണ്. 5 വർഷം കൊണ്ട് എന്തുമാത്രം അധ്വാനിച്ചു ഇതിനു വേണ്ടി, എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതൊന്നും പ്രശ്നമല്ല. എത്ര തവണ മന്ത്രിയായി, എത്ര ഇവിടെ MLA ആയി. വേറെ ആരെല്ലാം മന്ത്രി MLA ഐസക്കായില്ലേ, ആരിഫായില്ലേ, മന്ത്രിയായില്ല നിലേ ഉള്ളൂ. അങ്ങനെ ആരല്ല. ഇപ്പം തന്നെ 12 പേര് 3ാമത്തെ മത്സരിക്കുക കൊടുത്തല്ലേ. അപ്പം ഇതൊക്കെയാണോ? ഇതെല്ലാം പറയുന്നതോടുകൂടി പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ്. പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ് അല്ലേ? ഒരുപാട് പേരെ ആവശ്യമില്ലാതെ വളർത്തി. എന്തുവരെ പറയുകയാണ്? സലാമിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സലാമിനെ വളർത്തിയത് ജീസുകാരനാണ്, അയാൾക്കൊണ്ട് വോട്ട് പിടിക്കാൻ പോവാ സലാമിന്. ആ വീട്ടിൽ പറയുക സലാമിനെ വളർത്തിയത് ജീസുകാരനല്ലേ. എന്താ വളർത്തിയാൽ വളർത്തട്ടെ. വളർത്തിയാൽ എന്താ കുഴപ്പം? വളർത്തിയിട്ട് ഒരു കുഴപ്പമില്ല അതിനകത്ത്. അതായത് ശരിയായ കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ജനങ്ങൾക്ക് എതിർപ്പും വിപരീതാർത്ഥത്തിലും വരുന്ന ക്യാമ്പയിൻ നടത്തുക. ഒന്നും പഠിക്കാതെ. ഈ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു സീറ്റ് ഭൂരിപക്ഷം കിട്ടിയത് LDF. ഈ 5 പഞ്ചായത്ത് ഇവിടെ മാത്രം ഇത്തവണ. കഴിഞ്ഞ 5-ലും ഭൂരിപക്ഷം. 5-ന് CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു. പിന്നെ LDF 8 സീറ്റ് CPM, 2 സീറ്റ് CPI. 19, 10 ഉള്ളൂ. കഴിഞ്ഞ 13ആണ്. ബാക്കി ഒരു 5 പഞ്ചായത്തിലും പുന്നപ്ര സൗത്തും അമ്പലപ്പുഴ വടക്കും പുറക്കാടും സൗത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. LDF ആയിട്ടും ഭൂരിപക്ഷമില്ല. പിന്നെ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയേ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഡബിളാണ്. അമ്പലപ്പുഴ വടക്ക് STPക്ക് 6 സീറ്റ്, നമുക്ക് 9 സീറ്റ്. STP എങ്ങനെ വളർന്നോടെ? അവർ പ്രവർത്തിച്ച് വളർന്നു. അല്ലാതെ അവരും കോൺഗ്രസ് തമ്മിൽ യോജിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അവർ യോജിച്ചാൽ 10-ന് മേള. അമ്പലപ്പുഴ സൗത്തിൽ BJPക്ക് ഉണ്ട് 4 സീറ്റ്, 4-5 ഉണ്ട്. അവരും കോൺഗ്രസ് തമ്മിൽ അവിടെ യോജിച്ചില്ല. അതുകൊണ്ട് വെറും 8 സീറ്റുള്ള ഞങ്ങൾക്ക് പ്രസിഡന്റ്ഷിപ്പ് കിട്ടി. പുറക്കാട് കിട്ടിയില്ല. അമ്പലപ്പുഴ അല്ല, പുന്നപ്ര സൗത്ത് ഞങ്ങളുടെ 2 സീറ്റാണ്. എങ്ങനെയാ ഈ 5 വർഷം കൊണ്ട്? ഞാൻ കഴിഞ്ഞ ഇലക്ഷനിലില്ല. ഞാൻ തകർത്ത കൊടുക്കാൻ ഞാൻ ഒഴിഞ്ഞല്ലോ. ഒരു സ്വയം പ്രശ്നം നടത്തട്ടെ. 13-12 ബ്ലോക്ക് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം വെറും 5 ഉള്ളൂ. ബ്ലോക്ക് പോയി അല്ലേ? 3000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട 7 ഡിവിഷൻ പ്രത്യേക വോട്ടാക്കി ഓമനക്കോട്ട മത്സരിക്കുക. അതിന് വേണ്ടി 700 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് ആ തൊട്ടടുത്ത ബ്ലോക്കിലെ ഇയാളൊക്കെ തോറ്റു. നമ്മുടെ പ്രഭാകരൻ്റെ പോലെ. എന്താ പേര്? അവിടെ തോറ്റുപോയി. അവിടെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അവിടെ തോറ്റു. ഓമനക്കൂട്ടം 3000 വോട്ടിന് കിട്ടേണ്ടത് 700 ജയിച്ചു. ഇതൊക്കെ അല്ലേ ഇവിടെ കിടക്കുന്നത്? സഖാക്കളെ പരമാവധി ജയിപ്പിക്കുക, പാർട്ടി ജയിക്കുക. ഇതുകൊണ്ട് പാടോ? ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാനങ്ങനെ ശത്രുവായി. പാർട്ടിയുടെ ശത്രു ആവാനൊക്കത്തില്ല. പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ്. വേണ്ടപ്പെട്ടവർ വേണേ നോക്കിയാൽ മതി. നിർബന്ധമൊന്നുമില്ല.
ബന്ധപ്പെട്ടവർ നോക്കിയാൽ മതി എന്തായാലും ഞങ്ങൾ സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ എന്തിനാ കയറി മത്സരിക്കുന്നത്? ഒരു പ്രത്യേകയാണ് മത്സരിക്കുന്നത് കേൾക്കുമ്പോഴേ ജനങ്ങൾ ഇതിനായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങുക ആ മണ്ഡലത്തിൽ മുഴുവൻ. അല്ലെങ്കിൽ 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? 12 ഉണ്ടായിരുന്നല്ലേ, 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? ബ്ലോക്കും പോയില്ലേ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായില്ലേ. ജില്ലാ പഞ്ചായത്ത് 2 സീറ്റും ഉണ്ടായിരുന്നു. ഇപ്പം അമ്പലപ്പുഴ സീറ്റ് 5000 വോട്ടിനാണ് കണ്ണൻ ജയിച്ചത്. 5000 വോട്ടിന് കുറവ് കോൺഗ്രസ്. 2 നമുക്കായിരുന്നു. അപ്പുറത്ത് CPI, ഇവിടെ നമ്മൾ ഇവിടെ 6-7,000 വോട്ടിൽ ലീഡറുള്ളത് ജയിച്ചത് കഷ്ടിച്ച് 2000 വോട്ടിനാണ്. 2000 വോട്ടാണ്. എന്നിട്ട് ആ സ്ഥാനാർത്ഥി പറ്റി വേറെ ആരോപണമൊന്നുമില്ല, അവിടെ ആചാട്ടുകാരനാണ്, ജയിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ഇടിയുന്നതാണ്. പിന്നെ അമ്പലപ്പുഴ ഭൂരിപക്ഷം കുറഞ്ഞ എൻ്റെ പേര് അന്വേഷണം, കരീമിൻ്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവര കണക്കും ജില്ലയിൽ എഴുതി കൊടുത്തു. വായിച്ച് നോക്കേണ്ടത് മാത്രമല്ല, എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗം വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ അവിടെ സംസാരിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള സഹകൾ ഒഴികെ ഒരൊറ്റയാൾ സംസാരിച്ചില്ല, ആ റിപ്പോർട്ടിനെ പിന്തുണച്ചില്ല. അവരൊന്നും മിണ്ടിയില്ല. 200 മുതൽ ചുവാണ്ടം വരെയുള്ള അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇവിടെ നിന്നുള്ള 4 സ്റ്റേറ്റ് കമ്മിറ്റി പുറമാൻ മൃദുവായിട്ട് ഇങ്ങനെ അത്രയേ ഉള്ളൂ. സുഗാത സാർ ആലപ്പുഴ വേണമെന്നൊക്കെ സുഗാതപ്പുള്ളവർ പറയുകയും ചെയ്തു. അറിഞ്ഞില്ല. ഈ പരീക്ഷണം നടത്തി എന്തടിസ്ഥാനത്തിലാണ് കരീം റിപ്പോർട്ട് എഴുതുന്നത്? ഞാൻ ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടല്ലായിരുന്നു. കാരണം എനിക്ക് 23,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് ഏത് സാഹചര്യത്തിലാണ്? കായംകുളത്തുനിന്ന് ഒരാൾ വന്നാൽ മത്സരിച്ചത്, ഷേഖ് പി ഹാരിസ്. ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് 63,000 വോട്ട് കിട്ടി. അതിന് 40,000 കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് 23 വ്യത്യാസം. ഞാൻ എത്രയോ കാലം അവിടെ MLA ആണ്, മറ്റു തരത്തിലൊക്കെ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ പ്രസിഡന്റാണ് ഞാൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പരിചയമില്ല ഇവിടെ. സലാമിന് ആദ്യമായിട്ട് മത്സരിക്കാൻ സലാം 11,200 വോട്ട് ഭൂരിപക്ഷം കിട്ടി. 23,000 പെട്ടെന്ന് കിട്ടുമോ? ഞാൻ ആദ്യം ജയിച്ചപ്പോൾ എനിക്ക് 12,000 ഉള്ളൂ. അന്ന് കൈനഗരി കൂടി ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് 6,000 വോട്ടാണ് ലീഡ്. ഇപ്പം 1000 ഉള്ളൂ. ഇപ്പോൾ 2,000 വോട്ട് ജയിച്ചു ജില്ലാ പഞ്ചായത്ത് പോകുമ്പോൾ അവിടെ 1000 ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ 11,000 വോട്ട്. VSന് ഇവിടെ കിട്ടിയ മാക്സിമം ഭൂരിപക്ഷം 5,000. 7,000 നോക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ. PKS ജയിച്ചപ്പോൾ കിട്ടിയത് 2,000. സുശീലക്ക് കിട്ടിയത് 3,300. CK സദാശിവന് കിട്ടിയത് 5,000 താഴെ. 11,200 വോട്ട് കിട്ടി. പരക്കെ അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അഭിമാനകരമായ ഭൂരിപക്ഷം. എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ. എൻ്റെ പേരിലാണ് ക്യാമ്പയിൻ. സന്തോഷം. 19 മേഖലയായിട്ട് ഈ മണ്ഡലത്തെ 19 മേഖലാ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ 5 ദിവസം പോയി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും എനിക്ക് വാഹനങ്ങളുണ്ട്. കാരണം എനിക്ക് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലത്തെല്ലാം പരിപാടി തന്നിരിക്കാം. സ്റ്റേറ്റ് പാർട്ടി 4 ദിവസം അവിടെ എല്ലാം കൂടെ ഞാൻ പോയി. ഈ ഗണേഷ് കുമാറിന് വരെ പോയി ഞാൻ പ്രസംഗിച്ചു. അവിടെ ഈ രാജീവിന് പോയി 2 യോഗത്തിൽ പ്രസംഗിച്ചു. ഇവർക്കെല്ലാം പോയി പ്രസംഗിച്ചു. വാസവിന് വേണ്ടി പ്രസംഗിച്ചു. വീണ ജോർജിന് വേണ്ടി പ്രസംഗിച്ചു. ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചു. അതിനിടയ്ക്ക് ഞാനിവിടെ ഇത്രയും സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൺവെൻഷൻ അധ്യക്ഷൻ ഞാനായിരുന്നു, മണ്ഡല കൺവെൻഷൻ. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് എഴുതി വെക്കുക. 22 കുറ്റം. എന്താണാവും? അദ്ദേഹം അവിടെ തറവിട്ടു. അതുപോലെ പാർലമെന്റിൽ 1.5 ലക്ഷത്തിന്. അപ്പൊ അതിൽ കാലകാരാണ്. രാജ്യസഭയിൽ 6 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയതുകൊണ്ട് അപ്പോഴത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. കരീം ക ഇത് പോസ്റ്ററിൽ അടിച്ചിറങ്ങി. ആരുടെ മതം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അവിടെ വളരെ സെക്യുലറായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട്. ഇന്നും പാർട്ടിക്ക് വലിയ വിജയമുണ്ടാകുന്ന സ്ഥലമാണ്. മുസ്ലിങ്ങൾ ഇവിടെ സെക്യുലറല്ലേ. 72 ബൂത്തുകളിലാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുസ്ലിം ഡോമിനേഷൻ ഉള്ളത്. 70-ലും എനിക്കായിരുന്നു ലീഡ്. ഷേഖ് പി ഹാരിസ് കിട്ടിയ വെറും 2 ബൂത്തിലാണ് ലീഡ്. വളഞ്ഞവടിയൊക്കെ മൊത്തം എനിക്ക്, പടിഞ്ഞാറല്ല എനിക്ക് 2 ബൂത്ത്. ചെറിയ ലീഡ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു വർഗീയതയില്ല, ഒരു കാലത്തുമില്ല.
എല്ലാ സമുദായത്തിലും കുറച്ച് പേര് കാണും, അതെല്ലായിടത്തും ഉണ്ടാവും. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള മൈനോറിറ്റിയാണ്. ഇപ്പോഴും അവിടെ എന്നുമാണ്, ആർക്കും ഒരു സംശയമില്ല. നമ്മളവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, എല്ലാ മുന്നോക്ക സമുദായം എല്ലാവരെയും. അപ്പോൾ ആ തരത്തിലാണ് കരിമിൻ്റെ റിപ്പോർട്ട്. എന്നെ പുറത്താക്കായിരുന്നു ലക്ഷ്യം, നടന്നില്ല എന്തായാലും. എല്ലാം കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് എന്നെ ഒരു താക്കീത് ചെയ്തു, ജാഗ്രത പാലിച്ചില്ല. ആയിക്കോട്ടെ, ഞാൻ കൈവകി, ഞാൻ എതിർത്തൊന്നുമില്ല. ഞാൻ ഇറങ്ങി ആലപ്പുഴയ്ക്ക്, കാറിലാണ് ആലപ്പുഴയ്ക്ക് പോകാൻ. കാറിൽ കയറാൻ നേരത്തെ പിണറായി സാറിൻ്റെ ഫോണിൽ വിളിക്കും, ഒന്ന് വേണ്ടി വന്നിട്ട് പോകണം. AK-SRലേക്ക് വേണ്ടി പോയി അദ്ദേഹത്തെ കണ്ടു, ഇരിക്കാൻ പറഞ്ഞു. സാരമില്ല, അതൊന്നും വലിയ കാര്യമില്ല, സുധാകരൻ ആര്യ തോപ്പിക്കേസൊക്കെ ഞങ്ങൾക്കറിയാം. റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വന്നു. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, നേരെ DC ഓഫീസിൽ പോവുക. PKC ഇരുന്ന ഒരു മുറിയുണ്ട് അവിടെ കയറുമ്പോൾ ചെറിയ ആ മുറിയിൽ ഇരുന്നോളാം. തൊട്ടിപ്പുറത്ത് കൊടിയേരിയുണ്ട്, അത് എൻ്റെ അകത്തേക്ക് വിളിച്ചു. ഇത് തന്നെ പറഞ്ഞു. രണ്ടുപേരും എന്നോട് ചോദ്യം ചോദിച്ചു, ജയിച്ചു കഴിഞ്ഞ അദ്ദേഹം എന്തിനായി പരാതി എഴുതിയത്? അവന് എൻ്റെ സംശയത, ഇത്രയും ജയിച്ചു കഴിഞ്ഞ് ഈ പരാതി എഴുതിയത് എന്തിനാണ് ഞാൻ അന്വേഷണം വെച്ചത്? 35,000 വോട്ടിൽ ജയിച്ച ഐസകന് അവിടെ 12,000 വോട്ടുകൾ ഇത്തരത്തിൽ കിട്ടിയുള്ളൂ. 35-12, ഇവിടെ 23-11. അവിടെ നിന്ന് അന്വേഷണം ഇല്ലാത്ത. എല്ലായിടത്തും വോട്ട് കുറഞ്ഞല്ലോ, എല്ലാ മണ്ഡലങ്ങളിലും. എവിടെ വോട്ട് കൂടിയത്? എല്ലായിടത്തും കുറഞ്ഞു. അത് അന്വേഷിക്കാൻ പറ്റും, ആരുടെ കുറ്റക്കൊണ്ടാണ്. പല പല പരിസ്ഥിതികളല്ലേ, ജയിച്ചില്ലേ, നല്ല ക്രെഡിബിൾ. VS-ന് ഇവിടെ കിട്ടിയ 5,000 വോട്ടാണ് ലീഡ്, തോറ്റപ്പോൾ 7,000. ഞാൻ പറയാ, ഈ അമ്പലപ്പുഴയിൽ അതിനെക്കാട്ടെല്ലാം കിട്ടി.